ഹായ് മകളെ, 2025 നീറ്റിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ അടിപൊളിയായിട്ട് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നീറ്റ് എക്സാം ഏറ്റവും അധികം കോൺട്രവേഴ്സി നേരിട്ട ഒരു വർഷമാണ്. അത്രയധികം കോൺട്രവേഴ്സിയൽസ് കാര്യങ്ങളും ഒക്കെ സംഭവിച്ച ഒരു വർഷമാണ്. അപ്പോൾ അടുത്ത വർഷത്തെ നീറ്റിന് എന്തൊക്കെ മാറ്റങ്ങൾ വരും എന്നുള്ളൊരു ഡിസ്കഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വീര ബാച്ച് ആയിക്കോട്ടെ, ഇനി പറഞ്ഞ പോലെ ഫിനിക്സ് ബാച്ച് ആയിക്കോട്ടെ, ഓഫ്ലൈൻ വീര ആയിക്കോട്ടെ, ഓഫ്ലൈൻ ഫിനിക്സ് ആയിക്കോട്ടെ, ഇനി സൈലത്തിലില്ലാതെ സൈലത്തിന് യൂട്യൂബ് ചാനലിൽ ഫോളോ ചെയ്യുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഇനി പ്രിപ്പറേഷൻ അല്ലെ, പുതിയ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റണോ, എങ്ങനെ മുമ്പോട്ട് പോകണം, ഇതൊക്കെയാണ് ആക്ച്വലി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, 2024 സുപ്രീം കോർട്ട് വരെ ഇൻവോൾവ് ചെയ്തിട്ടുള്ളതാണ് ഒരു ഫൈനൽ, അതിൻ്റെ ഒരു വിധി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ലീക്കേജ് പല സ്ഥലങ്ങളിൽ നടന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തതിന് അതിന് അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ അടുത്ത വർഷത്തെ എക്സാം എന്ന് പറയുന്നത് അത്രയും ക്രൂഷ്യലാണ്. ഇപ്പോൾ NTA ആയാലും ഇനി നടത്താൻ പോകുന്ന ഏത് ബോർഡായാലും അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ഇത് എഴുതുന്ന നമ്പർ ഓഫ് ആസ്പിറൻസിന്റെ പ്രശ്നമാണ്. ഒരു 27-28 ലക്ഷം പേരോളം അടുത്ത വർഷം ഈ എക്സാം എഴുതാൻ വേണ്ടി പോകുന്നു. അത്രയധികം നമ്പർ ഓഫ് ആസ്പിറൻസ് ആണ് എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എക്സാം എഴുതാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾ ആലോചിക്കാൻ, അത്രയും വലിയൊരു എക്സാമാണ്. അപ്പം ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ JEE മെയിനിൽ ഇതൊന്നും റിപ്പോർട്ട് ചെയ്തില്ല, JEE മെയിൻ ഇങ്ങനൊന്നും ഇല്ലാന്ന്. അതിന്റെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് 13ഓളം പേപ്പർ ഉണ്ട്. ഒന്നാമത്തെ കാര്യം, എല്ലാം ഓൺലൈനാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ പേപ്പർ പ്രിന്റ് അടിക്കുന്നിടത്തോട്ട്, അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സ്ഥലത്തോട്ട്, അത് നേരത്തെ എത്തിക്കുന്ന സ്ഥലങ്ങൾ, ഇവിടെ ഒന്നും വെച്ച് ലീക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. കാര്യം ഓൺലൈനാണ്. അറ്റ് എ ടൈം എന്താണ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ കമ്പ്യൂട്ടറുകളിലേക്ക് എത്തുകയാണ്, ഓൺലൈൻ സെന്ററിലേക്ക്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം JEE മെയിൻ ഇല്ല. അപ്പം നീറ്റും ഓൺലൈൻ ആയിക്കൂടെ എന്നുള്ള ചോദ്യമാണ് വരിക. അപ്പം ഇത്രയും അധികം ആളുകൾക്ക് ഓൺലൈൻ നടത്താൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇന്ത്യയിൽ അറ്റ് എ ടൈം ഒരൊറ്റ വെണ്ടറാണ്, അതായത് കമ്പ്യൂട്ടർ സെന്റർ പ്രൊവൈഡ് ചെയ്യുന്നത്. 2.5 ലക്ഷം കമ്പ്യൂട്ടേഴ്സാണ് ഉള്ളത്. അപ്പോൾ 2.5 ലക്ഷം പേർക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, എക്സാം നടത്താൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ടാണ് JEE മെയിൻ പല സെഷൻസ് ആയിട്ടാണ് നടത്തുന്നത്. JEE അഡ്വാൻസ് 2.5 ലക്ഷത്തോളം കുട്ടികളെയാണ് എടുക്കുന്നത്. അവർക്ക് അറ്റ് എ ടൈം JEE അഡ്വാൻസ് നടത്താനും പറ്റും. അപ്പോൾ ഇത്രയും ഹ്യൂജ് നമ്പർ ഓഫ് കുട്ടികൾ വരുന്നതുകൊണ്ടാണ് നീറ്റിനെ ഓൺലൈനാക്കി മാറ്റാനുള്ള പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. കാര്യം ഒരുപാട് മാസങ്ങൾ നീണ്ടുപോകും ആ എക്സാം മാത്രം. അതുകൊണ്ടാണ് അത് അങ്ങനെ നടത്താൻ പറ്റാത്തതെന്ന് പറയുന്നത്. അപ്പോൾ അതിനവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഇപ്പോൾ പലരും സജസ്റ്റ് ചെയ്യുന്നൊരു പ്ലാൻ എന്ന് പറയുന്നത് ആക്ച്വലി നെക്സ്റ്റ് ഇയറിൽ, അതായത് നീറ്റ് ഈ പറഞ്ഞ പേപ്പറിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിരിക്കും. അത് 2 എക്സാം വരാൻ വേണ്ടി പോവാണ്. 2 എക്സാം വരാൻ വേണ്ടി പോകാമെന്നാണ് പറയുന്നത്. പക്ഷേ അതിനനുസരിച്ചൊന്നും ഇതൊന്നും ഫൈനൽ ഒഫീഷ്യലി വന്നിട്ടില്ല. ഇതെല്ലാം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. കാര്യം ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം അത് തന്നെയാണ്. അതായത് ആദ്യത്തെ ഓഫ്ലൈൻ ആയിട്ട് നടത്തുന്നു എന്നുള്ള രീതിയിൽ ഒരു പ്രിലിംസ്, നീറ്റ് പ്രിലിംസ് പോലൊരു, അല്ലെങ്കിൽ നീറ്റ് മെയിൻസ് എന്ന് പറയുമ്പോൾ JEE മെയിൻസ് JEE അഡ്വാൻസ് എന്ന് പറയുന്ന പോലെ നീറ്റ് മെയിൻസ് ആൻഡ് നീറ്റ് അഡ്വാൻസ്, അല്ലെങ്കിൽ നീറ്റ് പ്രിലിംസ് ആൻഡ് നീറ്റ് ഫൈനൽ എന്ന് പറയുന്ന 2 പേപ്പറാക്കി മാറ്റാൻ വേണ്ടി പോവുകയാണ്. ഒരുപാട് പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആദ്യത്തെ എക്സാം എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആയിരിക്കും. നോർമൽ നീറ്റ് പോലെ ഓഫ്ലൈൻ ആയിട്ട് നടത്തി ഈ 27 ലക്ഷം പേർക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യും, നമ്മൾ എക്സാം നടത്തുന്നു. മെയിൽ നടത്തുന്ന പോലെയൊക്കെ തന്നെ ആ ഒരു മാസങ്ങളിലൊക്കെ തന്നെ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ബോർഡ് എക്സാം കഴിഞ്ഞ് വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, അത് നടത്തും. അത് 7 ലക്ഷം പേരും അറ്റ് എ ടൈം എക്സാം എഴുതുന്നു. അപ്പോൾ അത് സ്വാഭാവികമായി ഓഫ്ലൈൻ തന്നെ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. പക്ഷെ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നില്ല, ഗവൺമെന്റ് MBBSലേക്കുള്ള അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ അഡ്മിഷനൊക്കെ അത് കഴിഞ്ഞ് നടക്കുന്ന നീറ്റ് അഡ്വാൻസ്, അതിൽ നിന്ന് ഒരു സെറ്റ് ഓഫ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. അത് നോർമലി അഡ്വാൻസ് പോലെ തന്നെ എത്ര സീറ്റാണോ ഉള്ളത് അതിൻ്റെ ഒരു 5 ഇരട്ടി കുട്ടികളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2.5 ലക്ഷം പേരെയോളം എന്ത് ചെയ്യും, നമ്മൾ അത് നീറ്റ് പ്രിലിംസിൽ നിന്ന് നീറ്റ് അഡ്വാൻസിലേക്ക് എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു രണ്ടാമത്തെ എക്സാമിൽ. എന്നിട്ട് ഈ പറയുന്ന 2.5 ലക്ഷം പേർക്ക് അറ്റ് എ ടൈം ഓൺലൈൻ ആയിട്ടായിരിക്കും നടത്തുക. അപ്പോൾ ആദ്യത്തെ NTA നടത്താനും അടുത്തത് വേറൊരു ബോർഡ് നടത്താൻ, അതായത് ഇപ്പം നിങ്ങൾക്കറിയാം IIT കുറിച്ച് നിങ്ങൾ കേട്ട JEE മെയിൻ നടത്തുന്ന NTA ആണെങ്കിൽ JEE അഡ്വാൻസ് നടത്തുന്നത് ഡയറക്റ്റ്ലി IIT തന്നെയാണ്. എന്ന് പറയുന്ന പോലെ ഇവിടെയും നീറ്റ് മെയിൻസ് എന്ന് പറയുന്ന ആദ്യത്തെ എക്സാം എന്ന് പറയുന്ന ഓഫ്ലൈൻ എക്സാം NTA നടത്തിയിട്ട് തൊട്ടടുത്ത എക്സാം എന്ന് പറയുന്നത്, അതായത് വലിയ എക്സാം എന്ന് പറഞ്ഞാൽ 2.5 ലക്ഷം പേർക്കുള്ള അടുത്ത എക്സാം എന്ന് പറയുന്നത് എയിംസോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ NMCയോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബോർഡ് നടത്താൻ വേണ്ടിയുള്ള സജഷനാണ് ആക്ച്വലി ഈ പറഞ്ഞ പോലെ നീറ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുന്നത്. അപ്പം ഇതുകൊണ്ട് ആക്ച്വലി പ്രിപ്പറേഷൻസിന് ചേഞ്ച് വരണമെന്നൊന്നുമില്ല. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ടിലും ആക്ച്വലി കംപ്ലീറ്റ്ലി എന്ത് തന്നെയായിരിക്കും, NCERT തന്നെയാണ് സിലബസ്. അപ്പോൾ സിലബസ് വെച്ചുകൊണ്ട് തന്നെ നന്നായി എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പിന്നെ എക്സാം അത്ര എളുപ്പമാകാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ എളുപ്പമായി കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കുക നെക്സ്റ്റ് ഇയറിൽ അത്രത്തോളം 720 വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ 100-150 720 വരുന്നു വന്നിരിക്കട്ടെ. അപ്പം ആർക്ക് എയിംസ് ഡൽഹി കൊടുക്കുമെന്നൊരു ചോദ്യമുണ്ടാവും. അപ്പോൾ പറയുന്നവർ ആദ്യം അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ കൗൺസിലിംഗ് റാങ്ക് 1, 2, 3, 4 എന്ന് വരിക എന്നുള്ളത്. അപ്പം ആദ്യത്തെ ദിവസം അപ്ലൈ ചെയ്യാൻ വേണ്ടി അത്രയധികം ഇടി വരും. അപ്പം സ്വാഭാവികമായും എക്സാം അത്രയും സിമ്പിൾ ആക്കാതെ
അതായത് ഒരുപാട് ടോപ്പ് റാങ്കേഴ്സ് മീൻസ് ടോപ്പ് മാർക്ക് സ്കോറേഴ്സ് എത്താത്ത രീതിയിൽ അവർ എക്സാം എന്ത് ചെയ്യുക ടഫ് ആക്കാനുള്ള സാധ്യതകളും ഒക്കെ കാണുന്നുണ്ട്. അപ്പം ഒരു ആവറേജ് തൊട്ട് ഈസി പേപ്പർ ആയിരിക്കത്തില്ല, ആവറേജ് തൊട്ടുള്ളൊരു മുകളിലേക്കുള്ള പേപ്പർ ആയിരിക്കും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് വളരെ ക്ലിയർ കട്ട് ക്ലാരിറ്റിയിൽ പഠിച്ചു പോവുക. ഇനി ഇതിനിടയിൽ എങ്ങാനും അപ്ഡേറ്റ് വന്നാൽ 2 എക്സാം ഉണ്ടെന്ന് നമ്മൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യുക. അതായത് നമ്മളെപ്പോഴും ആദ്യത്തെ എക്സാമിന് വേണ്ടി തന്നെ നന്നായി NCERT ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. അടുത്ത അഡ്വാൻസ് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും മാത്രമേ ഉള്ളൂ. പേപ്പർ ഓൾമോസ്റ്റ് ഇതുപോലത്തെയൊക്കെ തന്നെയായിരിക്കും. ഇനി പാറ്റേൺ വല്ലതും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ് കൃത്യമായി ഈ ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൃത്യമായി തരും. അതിനനുസരിച്ച് നിങ്ങളെ പ്രിപ്പറേഷൻസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ കൂടുതലും ഈ പറഞ്ഞ പോലെ അസേർഷൻ റീസൺ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ ഇതൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അതൊക്കെയാണ് കൺഫ്യൂസ്ഡ് ആക്കുക കുട്ടികളെ. അപ്പോൾ അത് അങ്ങനത്തെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പും അസേർഷൻ റീസണും നല്ല ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ ഇതിനകത്ത് എന്ത് ചെയ്യാൻ മീൻസ് ന്യൂമറിക്കൽ മീൻസ് മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയുള്ള ന്യൂമറിക്കൽ ടൈപ്പ് ഓഫ് പാറ്റേൺ ഒന്നും മാറ്റം ഉണ്ടാവില്ല. ആ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ നന്നായി പ്രിപ്പയർ ചെയ്ത് പോകുക എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്നുള്ളത്. അപ്പം ഇപ്പം നിങ്ങൾ പോകുന്നത് വളരെ ക്ലാരിറ്റിയിൽ തന്നെ എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഇപ്പം സൈലത്തിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം GIB വരികയാണ് ഈ സൺഡേ. അപ്പം നമുക്ക് സാറ്റർഡേ നാളെ നമുക്ക് മാരത്തോൺ ഉണ്ട്. രാവിലെ 8 മണി തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ മാരത്തോൺ. ഇതുവരെ നമ്മൾ 1 ഷോട്ട് സീരീസ് എല്ലാം തന്നു. ഒരു തവണ പഠിപ്പിച്ചു, വീണ്ടും 1 ഷോട്ട് വെച്ച് റിവൈസ് ചെയ്തു, വീണ്ടും നമ്മൾ മാരത്തോണിൽ ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഞായറാഴ്ച എക്സാമിന് വേണ്ടി പോകുന്നത്. എല്ലാ മാസവും അവസാന സൺഡേയിൽ നമ്മൾ മാരത്തോൺ എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. ഇനി സൂപ്പർ കിങ്സുകാർക്കും ഇത്തവണ +2കാർക്കും മാരത്തോൺ നമ്മൾ +2കാർക്കും നമ്മൾ GIB നടത്തുന്നുണ്ട്. അവരുടെ ഫസ്റ്റ് ചാപ്റ്ററുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ. അപ്പോൾ ഇത്രയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി നിങ്ങളെ ആദ്യ മാസം തൊട്ട് തന്നെ നമ്മൾ കൂടെ ചേർത്ത് പിടിച്ച് റിവൈസ് ചെയ്യിച്ച് എക്സാം എഴുതിച്ചാണ് കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിന് ചെയ്യാൻ പറ്റുന്ന 100% ആയിട്ടുള്ള എഫേർട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇടുന്നുണ്ട്. ഇനി നിങ്ങളും കൂടെ തയ്യാറാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ടോപ്പ് സ്കോറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അപ്പം നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറെടുക്കാം. ഒരു ടെൻഷനും വേണ്ട. എന്ത് ചേഞ്ചസ് വന്നാലും ആ ചേഞ്ചസിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് നിങ്ങളെയും അതിൻ്റെ കൂടെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് Xylem എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിങ്ങളൊരു കൺഫ്യൂഷനും വേണ്ട. നമ്മൾ എന്ത് വന്നാലും അതിനനുസരിച്ച് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവന്ന് നിങ്ങളറിയാതെ പോലും നിങ്ങളെ അതിലേക്ക് പ്രാപ്തരാക്കി നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. അതിലൊരു കൺഫ്യൂഷനും വേണ്ട. അപ്പോൾ എല്ലാവരും നന്നായി തയ്യാറെടുക്കുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്. താങ്ക് യു. ബൈ.